പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മണ്ണൂത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിനെ കുറിച്ച് ഞാൻ ഇനി പ്രേക്ഷകർക്ക് പുതുതായി പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കഴിഞ്ഞ ആഴ്ച കോടതി പോലും ഈ വിഷയത്തിൽ ഇടപെട്ടതാണ്. യാത്രക്കാർക്ക് സുഗമമായി ഗതാഗതം ഒരുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ അടക്കം നിർത്തിവെക്കുമെന്ന മുന്നറിയിപ്പ് പോലും കോടതി നൽകിയതാണ്. പക്ഷേ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അവിടെ ഗതാഗത കുരുക്ക് ആ രാവിലെ കാണുന്ന സ്ഥിര കാഴ്ചയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ചാലക്കുടി മുതൽ മുരിങ്ങൂര് വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്കും റിപ്പോർട്ടിലേക്കും പോകാം. അവിടെ ലെവിൻ കെ വിജയനുണ്ട്. അവിടെ നിന്നും ലെവിനെ, ഗുഡ് മോർണിംഗ്. ഒരു മാറ്റവുമില്ല, വീണ്ടും ഗതാഗത കുരുക്ക്. കോടതിയിലെ ഇനി ആര് പറഞ്ഞാലും ഇതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല, അല്ലേ? സേതു, ഈ പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നതിൽ നമുക്ക് പുതുമയില്ല എന്നറിയാം. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ടോൾ കമ്പനി ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനി തങ്ങൾക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിരോധനം, ടോൾ പിരിക്കുന്നതിനുള്ള നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീം കോടതിയും ഇതേ നിലപാട് തന്നെ തുടരാനാണ്, അല്ലെങ്കിൽ ഇതേ സ്റ്റേ തന്നെ തുടരാനുള്ള നിർദ്ദേശമാണ് നൽകി. അതോടൊപ്പം തന്നെ ഈ കമ്പനിയോട് അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം പറയുകയും ചെയ്തു. ടോൾ പിരിക്കുന്നതിന് മുൻപ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട ആവശ്യം കമ്പനിക്ക് ബോധവാന്മാരാക്കണോ, അവരെ പഠിപ്പിച്ചു നൽകണമോ എന്നുള്ള ചോദ്യങ്ങൾ പോലും സുപ്രീം കോടതിയും ചോദിച്ചു. പക്ഷേ സാഹചര്യങ്ങളിലൊന്നും മാറ്റമില്ല. കോടതികൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. പക്ഷേ നിലവിലെ സാഹചര്യം അതിരൂക്ഷമായി പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ചാലക്കുടി മുതൽ പെരുമ്പാവൂർ വരെയുള്ള മേഖലകളിലേക്കൊക്കെ പോകുന്ന യാത്രക്കാരെ സംബന്ധിച്ചുകൊണ്ട് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ തന്നെയാണ് റോഡിലുള്ളത്. ദേശീയപാത 544 പല സ്ഥലങ്ങളിലായി ആളുകൾ പെട്ടുകിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്ന് തന്നെ രാവിലെ തന്നെ ആളുകൾ വിളിച്ചും മറ്റും അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി പെരുമ്പാവൂരിൽ നിന്നും പട്ടാമ്പിയിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് പോയ ഒരു തടിലോറി ദേശീയപാതയ്ക്കടുത്ത് പേരാമ്പ്രയിൽ വെച്ച് ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന കുഴിയിൽ വീണ് ലോറി മറിയുകയുണ്ടായി. തടിലോറി മറിഞ്ഞ് റോട്ടിൽ വീണതിന് ശേഷം ഡ്രൈവറും അതിലുണ്ടായിരുന്ന ക്ലീനറും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പക്ഷേ ഈ ലോറി നീക്കം ചെയ്യാൻ ഏറെ സമയമെടുത്തു. ക്രെയിൻ എത്തിച്ച് ആണ് ഗതാഗത തടസ്സം മാറ്റുന്നതിന് വേണ്ടി ഈ ലോറി മാറ്റിയത്. ഈ ദൃശ്യങ്ങൾ തന്നെ പറഞ്ഞു തരുന്നുണ്ട് എന്താണ് രാവിലെ അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. വാഹനങ്ങളുടെ നീണ്ട നിര ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പിന്നെ ഈ ദൃശ്യങ്ങൾക്ക് ഇപ്പോൾ ലെവിൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പുതുമയില്ലെന്നുള്ള കാര്യമാണ്. കാരണം കണ്ടും പറഞ്ഞും മടുത്ത ഒരവസ്ഥയാണ്. മണ്ണൂത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഒരാൾ പെട്ടുപോയത് തന്നെയാണ്. കാരണം മണിക്കൂറുകളോളമാണ് ഒരു മനുഷ്യൻ്റെ സമയം നഷ്ടപ്പെടുന്നതെന്ന്. ഇതൊക്കെ ആരൊക്കെ പറഞ്ഞിട്ട് ഒരു മാറ്റവുമില്ലെങ്കിൽ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നൊരു കാര്യമാണ്.